നമ്മുടെ പോസിറ്റീവായിട്ടുള്ള റബ്ബർ കൃഷി മേഖലയിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കൃഷി എന്ത് ചെയ്യും, എൻ്റെ റബ്ബർ തോട്ടം എന്നുള്ള ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടും. കാര്യം പറഞ്ഞാൽ റബ്ബർ ലോകത്താകമാനം പ്രകൃതിദത്ത റബ്ബറിൻ്റെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാര്യം പറഞ്ഞാൽ പ്രകൃതിദത്ത റബ്ബർ എന്ന് പറഞ്ഞാൽ റബ്ബർ 2 തരമുണ്ട്. നിങ്ങൾക്കറിയാം, കൃത്രിമ റബ്ബറും ഉണ്ട്, സ്വാഭാവിക റബ്ബറും ഉണ്ട്. കൃത്രിമ റബ്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ മരത്തിൽ നിന്ന് എടുക്കുന്ന റബ്ബർ. നമുക്ക് കൃത്രിമ റബ്ബർ അല്ല, സ്വാഭാവിക റബ്ബർ പല വൃക്ഷങ്ങളിലും ഉണ്ടെങ്കിൽ തന്നെ ആദായകരമായിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഹേവിയ ബ്രസീലിയൻസിസ് എന്നുള്ള നമ്മുടെ റബ്ബർ മരത്തിൽ തന്നെയാണ്. അപ്പോൾ മറ്റുള്ള ചെടികളിൽ നിന്നും ആദായകരമല്ല നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ സിന്തറ്റിക് റബ്ബറാണ് ഉപയോഗിക്കുന്നതെങ്കിലും സ്വാഭാവിക റബ്ബറിൻ്റെ ആവശ്യം അനുദിനം വർദ്ധിക്കുകയാണ്. നമ്മുടെ ഒരു 60-70% തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ് റബ്ബറിൻ്റെ ഉപയോഗം വരുന്നത്. ആ ഇൻഡസ്ട്രിയിൽ ഒരു ടയറിന് റബ്ബർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ടയർ മേഖലയിലാണ്. പിന്നെ ഈ ഒരു വിമാനത്തിൻ്റെ ടയർ, ഒരു സ്പീഡിൽ പോകുന്ന ട്രക്കിൻ്റെ ടയർ, ബസ്സിൻ്റെ ടയർ, ഇപ്പോൾ ഒരു പിന്നെ കാറിൻ്റെ ടയർ, ഇതൊന്നും ഒരു സിന്തറ്റിക് റബ്ബർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്വാഭാവിക റബ്ബറിന് അതിൻ്റേതായ കുറേ ക്വാളിറ്റീസ് ഉണ്ട്. കാര്യം പറഞ്ഞാൽ ഫ്രിക്ഷൻ എടുക്കുന്ന ഹീറ്റ് റെസിസ്റ്റൻസ്, പിന്നെ കുറേ എലാസ്റ്റിസിറ്റി, ആ ഒരു ക്വാളിറ്റീസ് എല്ലാം നമ്മൾ സിന്തറ്റിക് റബ്ബർ കൃത്രിമ റബ്ബറിന് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇതിന് പകരം ഒരു സാധനവും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. സ്വാഭാവിക റബ്ബറിന് 50,000-ൽ പരം ഉൽപ്പന്നങ്ങൾ. ഈ 50,000-ൽ പരം ഉൽപ്പന്നങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു കേട്ടത് ഒരു 10-15 വർഷം മുന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എത്ര ആയിട്ടുണ്ടാവും? നമ്മളത് എണ്ണം എടുക്കില്ല. 50,000, ചിലപ്പോൾ 75,000 പരം ഉൽപ്പന്നങ്ങൾ റബ്ബർ കൊണ്ടുണ്ട്. അപ്പം റബ്ബറിൻ്റെ ആവശ്യം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് തന്നെ നമ്മൾ പുതിയ മേഖലകളിൽ റബ്ബറിൻ്റെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് റോഡ് റബ്ബറൈസേഷൻ അതിലേക്ക് ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വിഷയം. പിന്നെ ഈ റബ്ബർ ബെയറിങ്ങുകൾ, ബുഷ്, കരിമന, ഈ ഭൂകമ്പമൊക്കെ അതിജീവിക്കാൻ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വരുമ്പോൾ പാലങ്ങൾ, പോലുള്ള കെട്ടിടങ്ങൾ, വൻകെട്ടിടങ്ങൾ അടിയിലൊക്കെ റബ്ബർ ബുഷ് സ്ഥാപിച്ച് അതൊക്കെ എർത്തുക്കൊക്കെ അതുപോലെയുള്ള ഷോക്കൊക്കെ അബ്സോർവ് ചെയ്യാനുള്ള കരുത്ത് ആർജിക്കുന്ന സംവിധാനങ്ങൾ, ടെക്നോളജി വരുന്നത്. അപ്പം റബ്ബർ പുതിയ ആരോഗ്യരംഗത്തായാലും വ്യാവസായിക രംഗത്തായാലും നമ്മുടെ വീടുകളിലായാലും ഒക്കെ പുതിയ കാര്യങ്ങളിലേക്ക് റബ്ബർ കടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഉൽപ്പാദനം ലോകത്ത് ഒരു രാജ്യത്തും വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് 10-12 രാജ്യങ്ങളിലാണ് റബ്ബർ കൃഷി കൂടുതലായിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും തായ്ലൻഡാണ്. ലോകത്ത് 100 കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ 40 കിലോവും ഉൽപ്പാദിപ്പിക്കുന്ന തായ്ലൻഡാണ്. രണ്ടാമത്തെ ഇന്തോനേഷ്യയാണ്. 100 കിലോയിൽ വരുമ്പോൾ 25 കിലോവും ഇന്തോനേഷ്യയാണ്. 3-ാം സ്ഥാനം വിയറ്റ്നാമാണ്. 4-ാം സ്ഥാനം പിന്നെ ഐവറി കോസ്റ്റ് എന്നുള്ള ആഫ്രിക്കൻ രാജ്യമാണ്. 5-ാം സ്ഥാനമാണ് ഇപ്പോൾ ഇന്ത്യക്ക്. 6-ാം സ്ഥാനം ചൈന, 7-ാം സ്ഥാനം മലേഷ്യ, അങ്ങനെ അങ്ങ് പോകുന്നു. നമ്മുടെ 5-ാം സ്ഥാനം, നമ്മൾ ചൈനയുമായിട്ടാണ് ചെറിയ മത്സരം ഉണ്ടാകുന്നത്. ചില സമയത്ത് ചൈന 5-ാം സ്ഥാനത്ത് പോകും, നമുക്ക് 6-ാം സ്ഥാനത്ത്. നമ്മുടെ ലോക മാർക്കറ്റിൽ 100 കിലോ റബ്ബർ വരുമ്പോൾ ഇന്ത്യയുടെ ഷെയർ എന്ന് പറയുന്നത് 6 കിലോ 100 ഗ്രാമുമാണ്. അപ്പോൾ പിന്നെ നമുക്ക് അത്രമാത്രമേ നമ്മൾ ലോക മാർക്കറ്റിൽ നമ്മുടെ ഷെയർ ഉള്ളൂ. നമുക്ക് ലോക മാർക്കറ്റിൽ ഇന്ന് 139 ലക്ഷം ടണ്ണാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിച്ചത്. നമ്മുടെ ആവശ്യം 141, ലോകത്തെ ആവശ്യം 141 ലക്ഷം ടണ്ണാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് റബ്ബറിൻ്റെ കമ്മി ആഗോള മാർക്കറ്റിൽ നേരിടുന്ന അവസ്ഥയാണ്. ഞാനിപ്പോഴൊന്നും കേട്ടില്ല. എപ്പോഴും ഒരു 5 ലക്ഷം ടണ്ണ് 10 ലക്ഷം ടണ്ണ് സ്റ്റോക്ക് എന്നാണ് പറയുക. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്റ്റോക്ക് എന്ന് പറയും. ഇപ്പോൾ അതില്ല, സ്റ്റോക്കില്ല. ഒരു 1.5 മുതൽ 2 ലക്ഷം ടണ്ണിൻ്റെ ഒരു ഷോർട്ടേജാണ് ലോക മാർക്കറ്റ് പോലും അഭിമുഖീകരിക്കുന്നത്. ഇന്ത്യയുടെ കാര്യം പറയാനില്ലല്ലോ. 100 കിലോ ലോകത്ത് റബ്ബർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ 6 കിലോ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയുടെ അവസ്ഥ. നമുക്ക് ഏകദേശം 13 ലക്ഷം ടണ്ണ് ആവശ്യമാണ്. നമുക്ക് ഏകദേശം ഒരു 7.5 ലക്ഷം ടണ്ണാണ് നമ്മുടെ കപ്പാസിറ്റി. നമുക്ക് 8.5 ലക്ഷം ഹെക്ടറാണ് റബ്ബർ ഇവിടെയുള്ളത്. അതിലൊരു 5.5 ലക്ഷം ഹെക്ടറാണ് നമുക്ക് ടാപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ 13 ലക്ഷം ടണ്ണിലേക്ക് നമ്മൾ ഒരിക്കലും പോവില്ല.
നമുക്ക് ഇപ്പോഴും നമ്മൾ എല്ലാ എനർജി ഉൾക്കൊണ്ട് ഇവിടുത്തെ തോട്ടങ്ങൾ പരിപൂർണതയിലേക്ക് വന്നാൽ തന്നെ പരമാവധി ഒരു 10 ലക്ഷം ടണ്ണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമായിരിക്കും. കാരണം നമുക്ക് എപ്പോഴും ഒരു 20% തോട്ടങ്ങൾ ടാപ്പ് ചെയ്യാതിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ടാപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ആവശ്യത്തിൻ്റെ അടുത്തെത്താൻ നമുക്ക് പറ്റില്ല. 2030 ആവുമ്പോഴേക്കും നമുക്ക് 20 ലക്ഷം ടണ്ണിൻ്റെ ആവശ്യം വരും. നമുക്ക് ഒരിക്കലും അതിൻ്റെ അടുത്തെത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈ ഗ്യാപ്പ് കൂടിക്കൂടി വരും. ലോകത്തും ഗ്യാപ്പ് വർദ്ധിക്കും, ഇന്ത്യയിലും ആ ഗ്യാപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് അനുകൂല സാഹചര്യം. എടുക്കാച്ചരക്കായിട്ട് മാറുന്ന ഒരു സാഹചര്യം റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം സമീപ ഭാവിയിലൊന്നും ഉണ്ടാവില്ല. അപ്പം ആ ഡിമാൻഡ് നമുക്കുണ്ട്. പക്ഷേ റബ്ബറിൻ്റെ വിലയിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല നിയന്ത്രിക്കുന്നത്. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് റബ്ബർ വിലയെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിമാൻഡ് ഒരിക്കലും ഡിമാൻഡ് ഉള്ളത് കൊണ്ടോ സാധനത്തിൻ്റെ ലഭ്യത കുറഞ്ഞതുകൊണ്ടോ ഒന്നും വില നമ്മൾ അതനുസരിച്ച് വർദ്ധിക്കണം. അതൊക്കെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കുറേ ഇഷ്യൂസാണ്. പിന്നെ അത് പലതരം കാര്യം, അതൊന്നും നമുക്ക് സ്വാധീനിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ വെറുതെ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഇത് റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളെ മുന്നിലുണ്ടെന്ന് നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെന്ന് ആയിക്കോട്ടെ, ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഒരു 5.5 ലക്ഷം ടണ്ണോളം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ ഈ ഇറക്കുമതി എപ്പോഴും നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കണമെന്നില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇൻ്റർനാഷണൽ നിയമങ്ങൾ അതൊക്കെ മാറുന്നതിനനുസരിച്ച് നമുക്ക്. അപ്പം ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് വരണമെങ്കിൽ റബ്ബറിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവിടെയുള്ള കർഷകരൊക്കെ കുറച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റം വരും. കർഷകർക്ക് മാത്രമല്ല ആ കാര്യങ്ങളിലേക്ക് ഉത്തരവാദിത്തമുള്ളത്, ഗവൺമെൻറ്റിനും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പുതിയ പല മേഖലകളിലേക്ക് റബ്ബർ കൃഷി വ്യാപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബർ വ്യവസായികളുടെ സഹായത്തോടു കൂടി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ആസാം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ ശ്രമിച്ചാലും നമുക്ക് തികയാത്തൊരവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇപ്പം ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഒരു 2 ലക്ഷം ഹെക്ടർ ടാപ്പിംഗായി വരുമായിരിക്കാം. പക്ഷേ അവിടെ ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 100% വിജയമില്ല, ഒരു 50% നമ്മൾ വിജയം പ്രതീക്ഷിച്ചാൽ മതി. അപ്പോഴും തന്നെ 1 ലക്ഷം 1.5 ലക്ഷം ഹെക്ടർ കൂടുകയുള്ളൂ. ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആവശ്യത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ല. ഇവിടെ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഈ മേഖലയിലേക്ക് കണ്ണൂർ വരെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം എത്ര മരം റബ്ബർ മുറിച്ച ലോഡ് കാണാമെന്നുള്ളത് ഞാൻ എണ്ണാറുണ്ട്. അപ്പോൾ എത്രമാത്രം റബ്ബർ കൃഷി ഇവിടെ കുറയുന്നുണ്ട്, അതനുസരിച്ച് നമുക്ക് കൂടുന്നുമില്ല. അപ്പം റബ്ബർ കൃഷിയിൽ വിസ്തൃതിയിൽ ചെറിയ കുറവ് അടുത്ത കാലത്തായിട്ട് വരുന്നുണ്ട്. അതനുസരിച്ച് മറ്റുള്ള ഏരിയയിൽ വർദ്ധിക്കുന്നില്ല. കേരളത്തിൻ്റെ സ്ഥിതി ആണ് കുറച്ചും കൂടി പുറകിലേക്കുള്ളത് റബ്ബർ കൃഷിയിൽ. അപ്പം ഈ റബ്ബർ കൃഷി വ്യത്യസ്തമാക്കാനുള്ള ഈ എന്തുകൊണ്ട് നമ്മൾ റബ്ബർ കൃഷിയിൽ നമുക്ക് പ്രതീക്ഷ വെക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു അനുകൂല സാഹചര്യങ്ങളുണ്ട്. രണ്ടാമത് റബ്ബർ എന്ന് പറയുന്നത് ദീർഘകാല വിളയാണ്. നമുക്ക് ഒരിക്കൽ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആ ടെക്നോളജി ടാപ്പിംഗ് രീതികളൊക്കെ കൊണ്ട് 10-40 വർഷം വിളവെടുക്കുന്ന ഒരു കൃഷിയാണ് റബ്ബർ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിത്യ വരുമാനം, വർഷത്തിലെ 12 മാസം വരുമാനം കിട്ടുന്ന ഒരു കൃഷിയാണ് റബ്ബർ. അങ്ങനെ വ്യത്യസ്തമായിട്ട് എല്ലാ സീസണിലും വരുമാനം കിട്ടുന്ന ഒരു കൃഷി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ ഏത് മാസം വേണമെങ്കിലും നമുക്ക് റബ്ബർ തോട്ടത്തിൽ നിന്ന് ആദായം എടുക്കാം. അതേപോലെ തന്നെ മാർക്കറ്റിൽ എന്നും ഡിമാൻഡുള്ള ഇതാണ്. അതേപോലെ ഇന്ത്യയിലെ ഫാം ഗേറ്റ് പ്രൈസ് കിട്ടുന്ന ഒരു നല്ല ഫാം ഗേറ്റ് പ്രൈസ് കിട്ടുന്ന ഒരു വിളയാണ് റബ്ബർ. പിന്നെ അനുബന്ധ വരുമാന മാർഗങ്ങളും റബ്ബർ തോട്ടങ്ങളിലാകാം. അനുബന്ധ വരുമാന മാർഗങ്ങൾ തേനീച്ച വളർത്തൽ റബ്ബർ തോട്ടത്തിൽ നല്ല ഒരു സ്രോതസ്സാണ്. റബ്ബറിൻ്റെ ഇലയിലാണ് തേനെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. റബ്ബർ തോട്ടങ്ങളിൽ തേനീച്ച വളർത്തൽ അനുബന്ധ വരുമാന മാർഗമാണ്. റബ്ബറിൻ്റെ തന്നെ ഒരു കൃഷി അവസാനിപ്പിക്കുന്ന കാലത്ത് നമുക്കൊരു നല്ലൊരു റിട്ടേൺ നമുക്ക് കിട്ടും. തടിയിൽ നിന്നും എന്നൊക്കെ ഒരു റബ്ബർ ഒന്ന് കൽപ്പവൃക്ഷമെന്ന് പറയാറുണ്ട്. തെങ്ങാണെങ്കിൽ കൂടി തെങ്ങാണ് ആ ഒരു ഇതിൽ നമ്മൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. റബ്ബറും ഒരു കൽപ്പവൃക്ഷമായിട്ട് അതിൻ്റെ എല്ലാ വസ്തുക്കളും ഉപയോഗപ്രദമാണ്. ഇപ്പോൾ അടുത്ത കാലത്താണ്ട് റബ്ബറിൻ്റെ വിത്ത് പോലും എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അതിൻ്റെ വിത്തിന് നല്ല ഡിമാൻഡാണ്.
അതിൻ്റെ വിത്ത് പിന്നെ പുതിയ തൈ നടാൻ വേണ്ടി മാത്രമല്ല, അതിൻ്റെ വിത്തിൽ നിന്ന് ഓയിൽ എടുക്കാനുള്ള ഒരു ടെക്നോളജി വന്നിട്ട് പലതരം സ്പ്രേ ഓയിലിനും മറ്റു പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം റബ്ബർ കൃഷിയിൽ ഇതുപോലെയുള്ള പല അനുകൂല സാഹചര്യങ്ങളുണ്ട്. ഇത് നമ്മളെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ചോദ്യം, പ്രശ്നം. അത് നമുക്ക് പിന്നെ ഈ അവസരത്തിൽ നമുക്ക് വില കുറവാണെന്ന് വെച്ചാൽ ഇന്ന് റബ്ബറിൻ്റെ വില 197 രൂപ 50 പൈസ ഇന്നലത്തെ വിലയാണ്. കഴിഞ്ഞ വർഷത്തെ ആവറേജ് റബ്ബർ പ്രൈസ് 175 രൂപയാണ്. അതിൻ്റെ മുന്നത്തെ വർഷത്തെ ആവറേജ് റബ്ബർ പ്രൈസ് 155. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, 1-2 രൂപയിൽ. അപ്പം ഈ ഒരു വില ഇപ്പോഴ് ഈ വർഷത്തെ വില ചിലപ്പോൾ 180 രൂപയിൽ ആവറേജ് എടുത്ത് നോക്കുമ്പോൾ 180, 190 വരും. റബ്ബറിൻ്റെ വില കുറയേണ്ട ഒരു സാഹചര്യം കാണുന്നില്ല. എന്നാലും ഈ വില നമുക്ക് തൃപ്തികരമാണെന്ന് ചോദിച്ചാൽ ആരും തൃപ്തികരമാണെന്ന് പറയില്ല. നമുക്കൊക്കെ ആഗ്രഹം ഒരു 250 മേലെ വില കിട്ടണം. കാര്യം പറഞ്ഞാൽ നമ്മുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കൃഷി ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തെ വില കൂട്ടണം എന്നുള്ളത് നമുക്ക് വിലസ്ഥിരതാ പദ്ധതിയുണ്ട്. കേരള ഗവൺമെൻറ് നമ്മളെ സ്പോൺസർ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അത് 180 രൂപയാണ് ഇപ്പോഴത്തെ അടിസ്ഥാന വിലയായിട്ട് കണക്കാക്കുന്നത്. അത് 200 മേലെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഒരു കാര്യമാണ്. എങ്കിൽ കൂടി നമ്മുടെ മറ്റാരും സഹായിച്ചിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് റബ്ബർ കർഷകർക്ക് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ ആദായം എടുക്കണം. ഈ പ്രതിസന്ധി 197 വില മോശമല്ലെങ്കിൽ കൂടി നമ്മുടെ ഈ സാഹചര്യത്തിൽ ഈ വില സാഹചര്യത്തിൽ കൂടുതൽ നമുക്ക് വരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. പിന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടേ നമുക്ക് ഈ കാര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, എത്രയാണ് ഈ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടത്? ഇതിനൊരു കണക്കില്ലേന്ന്. കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് കണക്കുണ്ട്. നമ്മളെ ഇന്ത്യയിലെ കഴിഞ്ഞ വർഷത്തെ ഒരു ശരാശരി കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹെക്ടർ പൊതിയുള്ള ഉൽപ്പാദനം 1472 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. ഒരു ഹെക്ടർ 2 ഏക്കർ തോട്ടത്തിൽ നിന്ന് ഉൽപ്പാദനം. അപ്പോൾ ഒരു ഏക്കറിൽ നിന്ന് 600 കിലോഗ്രാമിൽ താഴെയാണ് ശരാശരി ഉൽപ്പാദനം. അപ്പോൾ ഈ ഉൽപ്പാദനം നമുക്ക് മതിയാവുകയാണോ? അല്ല, റബ്ബറിന് എത്രമാത്രം ഉൽപ്പാദനം കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ കണക്കാക്കണം. റബ്ബർ ബോർഡ് പറയുന്നത് ഒരു മരത്തിൽ നിന്ന് ഒരു വർഷം 6 കിലോയിൽ കൂടുതൽ ഉൽപ്പാദനം എടുക്കണമെന്നാണ്. എടുക്കുന്ന ആൾക്കാർ എത്രയുണ്ട് എന്നുള്ള ചോദ്യം. നമ്മളൊരു ശരാശരി കണക്ക് നമ്മൾ എടുക്കുമ്പോൾ ഈ പിന്നെ കേരളത്തിലെ ഒരവസ്ഥ എന്ന് പറയുന്നത് 4 കിലോഗ്രാമിൽ കുറവാണ് ശരാശരി ഒരു മരത്തിൽ നിന്ന് ഒരു വർഷം കൃഷിക്കാർ ഉൽപ്പാദനം എടുക്കുന്നത്. കൂടുതൽ മലയോര മേഖലയിലേക്ക് പോയി കടന്നു കഴിഞ്ഞാൽ ഒരു 4.5 കിലോ ഒരു മരത്തിൽ നിന്ന് ഉൽപ്പാദനം എടുക്കുന്നുണ്ടാവും. ആവറേജാണ് പറയുന്നത്. പക്ഷേ പോരാ, ഒരു മരത്തിൻ്റെ കപ്പാസിറ്റി അതനുസരിച്ച് നമ്മൾ ഉൽപ്പാദനം എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം പറഞ്ഞാൽ ഇത് റബ്ബറിനെ തെങ്ങിനാന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പോലെ പരിചരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടും. അടയ്ക്കയും അതുപോലെ തന്നെയാണ്. പക്ഷെ റബ്ബറിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് പരിചരിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതിനെ സമീപിച്ച് അതിൻ്റെ ഉൽപ്പാദനം എടുക്കുന്ന രീതിയും കൂടി പെർഫെക്റ്റ് ആയെങ്കിൽ മാത്രമേ ഈ പറയുന്ന പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ റബ്ബറിൻ്റെ കാര്യത്തിൽ നമ്മുടെ കയ്യിലൊക്കെയുള്ളത് നല്ല ക്ലോണുകളാണ്. അപ്പം നിങ്ങൾ ഈ പുതിയ ക്ലോണുകളെ ഒന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, വില കുറച്ച് കാണണ്ട. ഇതൊക്കെ റബ്ബർ ബോർഡ് നിരന്തരം ദീർഘകാലം പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു വന്നാണ് നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നത്. പിന്നെ വ്യത്യസ്ത കാലാവസ്ഥ വരുമ്പോൾ ചില പെർഫോമൻസിൽ മാറ്റമുണ്ടെന്നുള്ളൂ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള 105 തന്നെ ആവറേജ് ഉൽപ്പാദനം എന്ന് പറയുന്ന ഒരു വർഷം ഒരു മരത്തിൽ നിന്ന് കിട്ടേണ്ടത് 6.2 കിലോഗ്രാമാണ്. 105ൻ്റെ കാര്യം 430. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യുന്ന 430 അത് അതിൻ്റെ ഒരു വർഷം ഒരു കൃഷിക്കാരൻ ഒരു മരത്തിൽ നിന്ന് കിട്ടേണ്ടത് 7.4 കിലോഗ്രാമാണ്. ഇപ്പം നമ്മുടെ 414 6.9 കിലോഗ്രാം കിട്ടണം. അതേപോലെ തന്നെ 417 എന്ന് പറഞ്ഞ ഒരു ക്ലോണുണ്ട്. ഇപ്പോൾ റബ്ബർ ബോർഡ് ശുപാർശ ചെയ്യുന്ന ഒരു ക്ലോണാണ്. അത് 7.22 കിലോഗ്രാം കിട്ടണം.
അപ്പം ഇതൊക്കെ ഒരു ശരാശരി കിട്ടേണ്ട ഉൽപ്പാദനമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുഭൂരിപക്ഷം കർഷകരെയും ഉൽപ്പാദനം 5 കിലോഗ്രാമിൽ താഴെയാണ്. നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ടൊന്ന് കൂട്ടി നോക്കുക, ഒരു വർഷം എനിക്ക് എത്ര ഒട്ടുപാലും ഷീറ്റും ഒക്കെ കൂടെ എത്ര കിലോഗ്രാം കിട്ടുന്നുണ്ട്. അത് നിങ്ങളെ മരത്തിൻ്റെ എണ്ണം കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഒരു മരത്തിൽ നിന്ന് ഒരു വർഷം എത്ര കിട്ടുന്നുണ്ടോ. അത് നിങ്ങൾ നോക്കുക. അത് 6 കിലോഗ്രാമിൽ താഴെയാണെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ തിരുത്തിയേ പറ്റുള്ളൂ, എന്നെങ്കിൽ കൃഷി കൂടുതൽ ലാഭകരമാവുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു 6 കിലോഗ്രാമിൽ മേലെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അത് 5 കിലോഗ്രാമിൽ താഴെയാണ് പോകുന്നതെങ്കിൽ തീർത്ഥമായും കൃഷി നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങളുടെ കയ്യിലാണ്. ഈ ഉൽപ്പാദനം എങ്ങനെയൊക്കെയാണ് നിലനിർത്തേണ്ടത്, ഈ ഉൽപ്പാദനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു 6 കിലോഗ്രാമിന് മേലെ പിടിച്ചു നിർത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ചുരുക്കി നിങ്ങളോട് പറയാം. ഈ കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഈ ഉൽപ്പാദനം കിട്ടുന്നില്ല, നമ്മൾ പലപ്പോഴും ഞങ്ങൾ വിശകലനം ചെയ്യാറുണ്ട്. ഞങ്ങൾ സ്ഥിരം ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ്, നിരന്തരം കർഷകരോട് സംസാരിക്കുകയും അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും തോട്ടങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടാപ്പിംഗ് ദിനങ്ങളിൽ വരുന്ന വലിയ കുറവാണ്, ടാപ്പിംഗ് രീതികളിൽ വരുന്ന വലിയൊരു കുറവാണ്. മരത്തിൻ്റെ ആരോഗ്യവും അതിൻ്റെ ഇതൊക്കെ ഉണ്ടാകാം, എങ്കിൽ കൂടി പ്രധാനമായിട്ട് നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്നുണ്ടോ, സ്ഥിരമായിട്ട് ടാപ്പ് ചെയ്യുന്നുണ്ട്, ശരിയായ സമയത്ത് നമ്മൾ ടാപ്പ് ചെയ്യുന്നുണ്ടോ. എല്ലാവരുടെയും ഒരു ചോദ്യം ഞങ്ങൾ ചോദ്യാവലിയിൽ ചോദിച്ചപ്പോൾ ഒരു 50-60 ടാപ്പിംഗ് ആണ് ശരാശരി എല്ലാവരും പറയുന്നത്. 50-60, ബാക്കി കൂടുതൽ ഒരു 100 പറയുന്ന ആൾക്കാർ കുറവാണ്. പിന്നെ എണ്ണം പറഞ്ഞാലും അത് വേറെ വ്യത്യസ്തമായ രീതികളിലാണ് ചെയ്യുന്നതൊക്കെ. അപ്പം ശരിയായ രീതിയിൽ റബ്ബർ ടാപ്പ് ചെയ്യുന്നതിന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാന ടാപ്പിംഗ് ദിനങ്ങളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉൽപ്പാദനത്തെ ശരിക്കും ബാധിക്കും. അപ്പം അത് പ്രധാനമായിട്ട് എന്തുകൊണ്ടാണ് ടാപ്പിങ് കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് ടാപ്പ് ചെയ്യുന്നില്ല, പിന്നെ വേനൽക്കാലത്താണ് ടാപ്പ് ചെയ്യുന്നത്. വേനൽക്കാലത്ത് എപ്പോഴും ടാപ്പ് ചെയ്യാൻ പറ്റും, ഓരോ വർഷത്തെ കാലാവസ്ഥയുടെ വ്യത്യാസമാണ്. അത് ചിലപ്പം സെപ്റ്റംബറിൽ തുടങ്ങാൻ പറ്റും, ചിലപ്പോൾ ഒക്ടോബറിലായിരിക്കും. കഴിഞ്ഞ വർഷം നവംബറിലാണ് തുടങ്ങാൻ പറ്റിയത് ചില തോട്ടങ്ങളിൽ. പിന്നെ എത്ര ടാപ്പിംഗ് ദിനങ്ങൾ കിട്ടും, നവംബർ ഡിസംബർ, പിന്നെ അടുപ്പിച്ച് പിന്നെ ചെയ്യുന്നതൊക്കെ വളരെ നഷ്ടപ്പെട്ട ദിനങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ്. അതിനെക്കൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. മാർച്ച് വരെ ഫെബ്രുവരി ചെയ്യും, അത് വേനൽക്കാലമാണ് നമ്മൾ ചെയ്യുന്നത്. വേനൽക്കാലം മരം കൂടുതൽ ചെയ്തുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അപ്പം പിന്നീട് അപ്രതീക്ഷിതമായി ഇപ്രാവശ്യം തന്നെ മെയ്യിൽ തന്നെ മഴയും വന്നു. അപ്പം വളരെ ചുരുക്കം ടാപ്പിംഗ് ദിനങ്ങളാണെന്ന് കിട്ടുന്നത്. അപ്പം റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ട കാര്യം, റബ്ബർ എന്ന് പറയുന്നത് മഴക്കാലത്ത് വിളവെടുക്കുന്ന ഒരു വൃക്ഷമാണ്. അത് ചില തെറ്റിദ്ധാരണകൾ പണ്ടേ റബ്ബർ തോട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് വേനൽക്കാലത്താണ്, മഴ കഴിഞ്ഞിട്ടാണ് ടാപ്പ് ചെയ്യാൻ. പക്ഷേ മഴക്കാലത്താണ് റബ്ബറിൻ്റെ വിളവെടുപ്പ് കാലം. അതായത് മെയ് 15 മുതൽ ഒരു ജനുവരി 15 വരെയാണ് ശരിയായ ഉൽപ്പാദനം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള. എന്തുകൊണ്ടെന്നാൽ മരത്തിൻ്റെ റബ്ബറിൻ്റെ ഉൽപ്പാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഈർപ്പം, അന്തരീക്ഷ ഊഷ്മാവ് താഴ്ന്നു നിൽക്കുന്ന ഒരവസ്ഥ, ഇതാണ് പ്രധാനമായിട്ട്. പിന്നെ ഇലക്കൊഴുപ്പ്, ഈ 3 കാര്യങ്ങളാണ് റബ്ബറിൻ്റെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന കാര്യം. അപ്പം ഈ 3 കാര്യവും അനുകൂലമായിട്ട് നിൽക്കുന്നത് മഴക്കാലമാണ്. ഈർപ്പം, അന്തരീക്ഷ ഊഷ്മാവ് താഴ്ന്നു നിൽക്കുക, ഇലപ്പടർപ്പ്. അപ്പം അതുകൊണ്ട് ഈ റെയിൻ ഗാർഡിങ് എന്ന് പറയുന്നത് നമ്മൾ റബ്ബറിൻ്റെ ഒരു സാധാരണ കൃഷി രീതിയിലേക്ക് ഉൾപ്പെടുത്തിയേ മതിയാവും ഇനിയുള്ള കാലത്ത്. കാര്യം പറഞ്ഞാൽ എന്നിട്ട് നമുക്ക് ആഴ്ചയിൽ മഴക്കാലത്ത് 2 ടാപ്പിംഗ് എന്നുള്ള രീതിയിൽ മഴക്കാലത്ത് ചെയ്യുക. ഒരു മാസം ഒരു മിനിമം ഒരു 8 മുതൽ 10 ടാപ്പിങ്, ഒരു വർഷത്തിൽ ഒരു 80 ടാപ്പിങ്, 80 മുതൽ 100 ടാപ്പിങ് നമ്മൾ രേഖപ്പെടുത്തണം. നിങ്ങളൊരു ഇനിയുള്ള റബ്ബർ ഒരു കണക്ക് പുസ്തകവും കൂടി നിങ്ങളെ കയ്യിൽ കരുതണം. നമ്മളെ ടാപ്പിംഗ് ദിനങ്ങൾ, ഓരോ ടാപ്പിങ്ങിനും കിട്ടിയ ഉൽപ്പാദനം കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തി പോകണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത വർഷത്തേക്ക് അതിനെപ്പറ്റി വിലയിരുത്താൻ. അപ്പം അത് വളരെയധികം. അപ്പം റെയിൻ ഗാർഡിങ് എന്നുള്ള ഒരു സംവിധാനം നമ്മളെ കൃഷി രീതിയിൽ ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ.
നമ്മുടെ ഇവിടുത്തെ ഒരു കണക്ക് പ്രകാരം 25% തോട്ടങ്ങൾ മാത്രമേ റെയിൻ ഗാർഡ് ചെയ്യുന്നുള്ളൂ. അതിപ്പം കൂടിക്കൂടി വരുന്നത്. പണ്ടൊരു 10% 15 ഇപ്പോൾ 20 25 വന്നിട്ടുണ്ട്. പക്ഷേ അത് പോരാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 60% 70% റെയിൻ ഗാർഡിങ് നമ്മൾ എത്തിച്ചേ മതിയാവുള്ളൂ. കാര്യം പറഞ്ഞാൽ റെയിൻ ഗാർഡ് ചെയ്യാനുള്ള ചിലവ് ഒരു 35 രൂപയൊക്കെയാണ്. 35 രൂപയാണ് ഒരു തോട്ടം റെയിൻ ഗാർഡ് ചെയ്യാനുള്ള ചിലവ്. അത് നമുക്ക് ചുരുങ്ങിയ ടാപ്പിംഗ് ദിനങ്ങളിൽ തന്നെ നമുക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ റെയിൻ ഗാർഡ് ചെയ്തുകൊണ്ട് മരത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ മരം നശിച്ചു പോവുകയോ കേടുവരുവോ പട്ടമരപ്പ് വരുവോ ഒന്നും നിങ്ങൾ ഭയപ്പെടാനില്ല. മഴക്കാലത്ത് റെയിൻ ഗാർഡ് ചെയ്ത് ടാപ്പ് ചെയ്യുക. അതിനുള്ള ആ പരിചരണവും നമ്മൾ കൊടുത്താൽ മാത്രം മതി. തെറ്റായ തലധാരണമാണ് മഴക്കാലത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മരം നശിച്ചു പോകും, അല്ലെങ്കിൽ പട്ട ചീഞ്ഞു പോകും. അതൊന്നുമില്ല. പട്ട മഴക്കാലത്ത് ടാപ്പ് ചെയ്യുമ്പോൾ 10 ദിവസത്തിലൊന്ന് നമ്മൾ കുമിൾനാശി കൊണ്ട് ഇൻഡോഫിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി കൊണ്ട് പട്ട ഒന്ന് കഴുകണം. അത്രമാത്രമേ ഉള്ളൂ. ഒരു 3-4 ടാപ്പിംഗ് ഇത് കഴിഞ്ഞാൽ. കാര്യം ഈർപ്പമുള്ള ഈ റബ്ബർ ഒരു മധുരമുള്ള ഒരു സാധനമാണ്. ഫംഗസ് വരാൻ വെട്ടുപട്ടയിൽ ഫംഗസ് വളരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമിൾനാശിനി കൊണ്ട് കഴുകുന്നത്. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക് ഇട്ട് ടാപ്പ് ചെയ്യാം. പിന്നെ റെയിൻ ഗാർഡ് ചെയ്യാനുള്ള നമ്മൾ ടെക്നോളജി അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികവിദ്യ റബ്ബർ ബോർഡ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം. അതിനുള്ള പരിശീലനം നമ്മൾക്ക് കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും നിങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങളെ തോട്ടത്തിൽ വന്ന് കാണിച്ചു തരാനുള്ള ഉദ്യോഗസ്ഥർ നമുക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉൽപ്പാദക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലൊക്കെ അതിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിളവെടുപ്പിൻ്റെ എടുക്കുന്ന രീതി നമ്മളൊന്നും കുറച്ചൊക്കെ മാറ്റിയേ മതിയാവുള്ളൂ, എന്നെങ്കിലോ ലാഭകരമാവും. പിന്നെ ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറയാം, സ്റ്റേജിൽ പറയാം, മഴക്കാലത്ത് ടാപ്പ് ചെയ്യണം, അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കും അറിയുള്ളൂ. വെളുപ്പാങ്കാലത്ത് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ടാപ്പ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് മഴക്കാലത്ത് നിങ്ങൾ 6 മണിക്കോ 5 മണിക്കോ ഒന്നും ടാപ്പ് ചെയ്യേണ്ട കാര്യം. ഒരു നേരം വെളുത്ത് ഒരു 8 മണി 9 മണി മഴ ഒന്ന് ചോർന്ന് നിൽക്കുമ്പോൾ സമയം കിട്ടുമ്പോൾ എപ്പോഴാണെന്ന് ചെയ്താൽ മതി. നമുക്കറിയാം റബ്ബറിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത് അന്തരീക്ഷ ഊഷ്മാവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മഴക്കാലത്തൊന്നും കണ്ടമാനം ഊഷ്മാവ് കൂടുന്നില്ല. കുറച്ച് വൈകിപ്പോയാലോ ഒരു വൈകുന്നേരം ആയിപ്പോയാലോ ഒന്നുമില്ല. ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളൊന്ന് ചെയ്താൽ മതി. മഴ ചോർന്ന് കഴിയുമ്പോൾ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. അല്ലെ സമയക്രമം ഒന്നും മഴക്കാലത്ത് നോക്കേണ്ട ആവശ്യമേ ഇല്ല. അല്ലെ വെളുപ്പിന് എഴുന്നേക്കേണ്ട കാര്യങ്ങളൊക്കെ മറന്നേക്കും. പുതുതലമുറയോടൊക്കെ വെളുക്കാൻ കാലത്ത് 4 മണിക്കൊക്കെ എഴുന്നേക്കാൻ പറഞ്ഞാൽ ആരും പിന്നെ ആ പരിപാടിക്ക് പോവില്ല. അപ്പം അതൊക്കെ നമുക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അതേപോലെ ടാപ്പിങ്ങിൽ തന്നെ നമ്മൾ ഉൽപ്പാദനം കുറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാനത് ശ്രദ്ധിച്ചപ്പോൾ പല സ്വന്തമായിട്ട് ടാപ്പ് ചെയ്യുന്നവരുണ്ടാകാം, ചിലവർ കൂലിക്ക് കൊടുത്ത് ടാപ്പ് ചെയ്യിക്കുന്നവരുണ്ടാകും. പലരും ഈ തോട്ടങ്ങളിലേക്ക് പോകാറില്ല. ഈ തോട്ട ഉടമ തോട്ടം കാണുന്നില്ല. ആ തോട്ട ഉടമ തോട്ടം കാണാത്തതിൻ്റെ പ്രശ്നങ്ങൾ കുറേയുണ്ട്. അപ്പം ആ ടാപ്പിങ്ങാരുടെ കയ്യിൽ ഇത് നിയന്ത്രണങ്ങൾ അത്രയാണ്. ഞാൻ പലപ്പോഴും തോട്ടങ്ങളും നോക്കിക്കഴിഞ്ഞ് ഉടമേനോട് സംസാരിക്കുമ്പോഴോ അയാൾ അറിയുന്ന പല കാര്യങ്ങളും. അപ്പം ടാപ്പിംഗ് രീതികൾ മുഴുവൻ മരം ടാപ്പ് ചെയ്യുന്നുണ്ടോ, മുൻകാനയും പിൻകാനയും കുത്തി ടാപ്പ് ചെയ്യുന്നുണ്ടോ, ആവശ്യമുള്ള ചരിവുണ്ടോ, അങ്ങനെയുള്ള ആ കാര്യങ്ങൾ, കനവുണ്ടോ, പിന്നെ പട്ട മാറ്റിയിടുന്ന രീതി, യഥേഷ്ടം മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം വെട്ടുപട്ടം മുറിഞ്ഞു പോയാൽ പാലുൽപാദനം ഉണ്ടാവില്ല. ചില ഉടമയ്ക്കിത് അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ടാപ്പിംഗ് ആരാണ് മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഒരു ടാപ്പിംഗ് ആരം വന്ന് ഒരു സൈഡ് ഇടും, എ പാനിലിടും, കുറച്ചു കാലം കഴിഞ്ഞാൽ ബി പാനിലേക്ക് പോയി, അത് തീരുന്നതിന് പിന്നെ സൈഡ് മാറി. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഉടമയ്ക്ക് ആ തോട്ടം പിന്നീടുള്ള കാലത്ത് ആദായകരമാക്കി എത്ര വിചാരിച്ചാൽ സാധിക്കില്ല. അപ്പോൾ തോട്ടം സന്ദർശിച്ച് നമ്മുടെ വിലയിരുത്തണം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നുള്ളത് കാര്യം. അപ്പം പിന്നെ ഈ ടാപ്പിംഗ് ആണ് ഒരു 20-25% നമ്മുടെ ഉൽപ്പാദനം നമുക്ക് നിയന്ത്രിക്കാനും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാക്കാനും നമ്മളെ സഹായിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ച് മതിയാവുള്ളൂ.
ടാപ്പിങ് മോശമായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ശരിയായ രീതിയിലുള്ള ഉൽപ്പാദനം കിട്ടില്ല. പിന്നെ പുതിയ ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഉൽപ്പാദനം കുറവാണെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ 430, പണ്ട് എൻ്റെ 105 ആയിരുന്നു, ഇപ്പോൾ 414, 430 105ൻ്റെ അത്ര എനിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ചില കർഷകർ. ആ തോട്ടങ്ങളിൽ ഞങ്ങളൊക്കെ സന്ദർശിക്കുക ഒരു കാര്യം മനസ്സിലാക്കുന്നത്, എല്ലാ ഇനങ്ങളിലും ടാപ്പിംഗ് രീതി കുറച്ചൊക്കെ മാറ്റമാണ്. നമ്മൾ 105 ടാപ്പ് ചെയ്യുന്ന രീതിയിൽ 430, 414 ടാപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഈ പുതിയ ഇനങ്ങൾ 3 ദിവസത്തിലൊന്ന് മാത്രമേ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. 105 എല്ലാം ഞങ്ങൾ 3 ദിവസത്തിലൊന്ന് ടാപ്പ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, നഷ്ടപ്പെട്ട പാല് മരത്തിൽ വീണ്ടെടുക്കാൻ വേണ്ടി 72 മണിക്കൂർ വേണം. പ്രത്യേകിച്ച് 400 ഇനങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 3 ദിവസത്തിലൊന്ന് ടാപ്പിങ്ങേ പറ്റുള്ളൂ. ഒന്നരാടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മരം നശിച്ചു പോകും, ഉൽപ്പാദനം കിട്ടില്ല, മരത്തിൽ പിന്നീട് പല രോഗങ്ങളും വരാൻ സാധിക്കും. അപ്പം എല്ലാ തോട്ടങ്ങളും 3 ദിവസത്തിലൊന്ന് ടാപ്പിങ്ങിലേക്ക് മാറണം. നമ്മൾ ഒന്നരാടൻ ടാപ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മരത്തിൻ്റെ പട്ട കൂടുതൽ വിനിയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഉൽപ്പാദനം കൂടുതലായിട്ട് കൂടുന്നില്ല. കൊഴുപ്പ് നമുക്ക് ഉദ്ദേശിച്ച് കൂടുന്നില്ല, കൊഴുപ്പ് കൂടുതൽ കിട്ടുക എന്നുള്ളതാണ്. അപ്പം ടാപ്പിങ്ങിൻ്റെ ഇടവേള കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൊഴുപ്പ് കൂടാൻ പറ്റുള്ളൂ. ഒന്നരാടം ടാപ്പ് ചെയ്യുമ്പോൾ പാല് കിട്ടുന്നുണ്ട്, 3 ദിവസത്തിലൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അതേ പാല് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ 3 ദിവസത്തിലൊന്ന് ടാപ്പ് ചെയ്യണമെന്ന് കൃഷിക്കാർ ചോദിക്കുന്നത്? പക്ഷേ നിങ്ങൾ ടാപ്പ് ചെയ്യുന്ന ആ ചിരട്ടയിൽ വീഴുന്ന പാലിൻ്റെ DRC നമ്മളാരും നോക്കുന്നില്ല. ഒന്നരാടം ടാപ്പ് ചെയ്യുമ്പോൾ DRC ഒരു 24-5 താഴെയാണ്. 3 ദിവസത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു 28-30 DRC. 4 ദിവസത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു 35 DRC കിട്ടും. ആഴ്ചയിലൊരു ടാപ്പിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു 40 മേലെ DRC കിട്ടും. ടാപ്പിങ്ങിൻ്റെ ഇടവേള കൂട്ടാനാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമ്മളെ കൃഷിച്ചെലവ് കുറയ്ക്കാനും അത് സഹായകരമാവും. അതുകൊണ്ട് ടാപ്പിങ് വളരെയധികം കാലാനുസൃതമായ മാറ്റങ്ങൾ നമ്മൾ ടാപ്പിംഗ് രംഗത്തേക്ക് കൊണ്ടുവരണം. അതേപോലെ തന്നെ വേറെ ഒരു നമ്മൾ രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വന്നു. അതുകൊണ്ട് കുമിൾ രോഗങ്ങൾ ചിലത് കൂടുതലായിട്ട് വന്നു. റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം മഴക്കാലമാണ് റബ്ബർ തോട്ടങ്ങളിൽ കൂടുതൽ കുമിൾ രോഗങ്ങളൊക്കെ കൂടുതൽ കാണുന്നത്. നമുക്കറിയാം, റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രോഗബാധ ഭീകരമായിട്ടൊന്നുമില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഉള്ളൂവെങ്കിൽ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഉൽപ്പാദനത്തിൽ വലിയ കുറവ് വരും. അതിൽ പ്രധാനമായിട്ട് അകാലിക ഇലപൊഴിച്ചിലാണ്. നമുക്ക് മഴക്കാലത്ത് കാണുന്ന ഒരു ഫംഗസാണ് അകാലിക ഇലപൊഴിച്ചൽ. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ സ്പ്രേയിങ് നടത്തുന്നത്. കോപ്പർ ഓക്സിക്ലോറൈഡ് സ്പ്രേ ഓയിൽ തമ്മിൽ പിന്നെ 1 ഹെക്ടറിൽ 8 കിലോ പൊടിയും 40 ലിറ്റർ ഓയിലുമാണ് വേണ്ടത് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതായിരുന്നു മഴക്കാലത്ത് നമുക്ക് ഏറ്റവും ടാപ്പ് ചെയ്യുന്ന തോട്ടങ്ങളിലെ പ്രശ്നം. ഇപ്പം അതിൻ്റെ കൂടെ വേറൊരു രോഗം കൂടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഇലപ്പൊട്ട് രോഗം എന്ന് പറഞ്ഞാൽ കൊറിനോസ്പോറ സർക്കുലർ ലീഫ് സ്പോട്ട് എന്ന് പറഞ്ഞ ഒരു ഫംഗസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഇത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇലയിൽ വട്ടം പുള്ളികളായിട്ട് ഇങ്ങനെ ബാധിക്കുക, എന്നിട്ട് ഇല ഒരു ഏപ്രിൽ മെയ് തൊട്ട് കൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ് സർക്കുലർ ലീഫ് സ്പോട്ട്. അപ്പോൾ അതും നമ്മുടെ ഉൽപ്പാദനത്തെ ബാധിക്കും. അകാലിക ഇല പൊഴിച്ചൽ കൊണ്ട് ഇല പൊഴിയേണ്ടത് നമുക്കറിയാം, ഒരു ജൂൺ ജൂലൈയിലല്ലേ പൊഴിയുള്ളൂ, അടഞ്ഞ മഴ. ഇത് അതിന് മുന്നേ തന്നെ പൊഴിയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഉൽപ്പാദനം കുറയും. അതിനെ പ്രതിരോധിക്കാനും നമുക്ക് ഇതേ മരുന്ന് തന്നെ, ബോഡോമിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് സ്പ്രേ ഓയിലും ചേർത്ത് മരുന്ന് കളിക്കുക. അതിനൊക്കെ ഇപ്പം ഉൽപ്പാദക സംഘത്തിൻ്റെ കീഴിൽ നമുക്ക് മരുന്ന് കളിക്കാനുള്ള സഹായ പദ്ധതികളൊക്കെ ഉണ്ട്. ഹെക്ടറിന് 4000 രൂപ മരുന്ന് കളിക്കാൻ വേണ്ടി മരുന്ന് കളിക്കുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ള പദ്ധതി റബ്ബർ ഉൽപ്പാദക സംഘവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. റെയിൻ ഗാർഡ് ചെയ്യുന്നവർക്ക് ഹെക്ടറിന് 4000 കൊടുക്കാനുള്ള പദ്ധതികൾ ഇപ്പോഴുണ്ട്. ഇതൊക്കെ റബ്ബർ ഉൽപ്പാദക സംഘവുമായിട്ട് ബന്ധപ്പെട്ടാൽ ഈ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ രോഗപ്രതിരോധ നടപടികൾ കൈക്കൊള്ളുന്നതിൽ മഴക്കാലത്തിന് മുന്നോടിയായുള്ള മരുന്ന് തളി,
പിന്നെ നമുക്ക് ഈ പട്ട ചീയലിനുള്ള മരുന്ന്, പിന്നെ നമ്മൾ ചീക്ക് അതുപോലെയുള്ള നിങ്ങൾക്കറിയാം തൊലിപ്പുണ്ണ് രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ, വേര് രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ, സമയാസമയത്ത് വേണ്ട മരുന്ന് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സമയക്കുറവ് കൊണ്ട് എനിക്കൊരു 5 മിനിറ്റും കൂടി തീർക്കണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽഡായിട്ട് നാം പോകാത്തത്. ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള മരുന്ന് റബ്ബർ ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചില രോഗങ്ങൾ വന്നിട്ട് നമുക്ക് മാറാത്തത് കാരണം എന്ന് പറയുന്നത് നമ്മൾ വേണ്ട മരുന്ന് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം പിന്നെ മഞ്ഞുകാലത്ത് ഇല പൊഴിച്ചലിന് പൊടിക്കും രോഗത്തിന് ഗന്ധകമാണ് അടിക്കേണ്ടത്. ആ ഗന്ധകം അടിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ബോഡോംസ് അടിച്ചുകൊണ്ട് ഗുണമില്ല. മഴക്കാലത്ത് ബോഡോംസ് ആണ് അടിക്കേണ്ടത്, ആ സമയത്ത് ഗന്ധം അടിച്ചുകൊണ്ട് കാര്യമില്ല. അതുപോലെയുള്ള പല കാര്യങ്ങളുമുണ്ട്. മഴക്കാലത്തും ചീക്ക് വന്നാലും അതുപോലെയുള്ള പട്ടക്കേട് വന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച ബോഡോ പേസ്റ്റൊന്നും തേക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് തേക്കാൻ പറ്റുന്ന റബ്ബർ കോട്ടുണ്ട്. ആ റബ്ബർ കോട്ടിൽ കുമിൾനാശിനി ടിൽറ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ചേർത്തിട്ട് നിങ്ങൾ 1 ലിറ്റർ റബ്ബർ കോട്ടിൽ 4 ml ടിൽറ്റ് ചേർത്ത് ഇളക്കി അവിടെ പറമ്പിൽ വെച്ചാൽ മതി. കാണുന്ന കേടിനൊക്കെ തേച്ച് കൊടുത്തോ. അപ്പം ബോഡോ വേസ്റ്റ് തുരിശും കാക്കയും കൂടെ മഴക്കാലത്ത് നിങ്ങൾ ഇറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അതനുസരിച്ച് നമുക്കൊന്ന് മാറ്റാം. പക്ഷേ പലർക്കും അത് ഏത് രീതിയിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള പിന്നെ മരുന്ന് അറിയാൻ സാധിക്കുന്നില്ല. അതൊന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യമാണ്. റബ്ബറിന് ഈ വളം കാര്യമായിട്ടൊന്നും വേണ്ട എന്നാണ്. കൃഷിച്ചെലവ് വളരെ കുറച്ച് വളം ആവശ്യമുള്ള ഒരു കൃഷിയാണ് റബ്ബർ. ജൈവവളം നമ്മൾ തൈ വെക്കുന്ന സമയത്ത് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറയുന്നുള്ളൂ. പിന്നെ ജൈവവളം റബ്ബർ ഇല പൊഴിയുന്ന വൃക്ഷമാണ്. അതുകൊണ്ട് ജൈവാംശം മണ്ണിൽ ഇലയിൽ തന്നെ കുറേ കിട്ടും. പിന്നെ ഒരു വർഷത്തിൽ ഒരു 550 ഗ്രാം രാസവളം മാത്രം മതി. അതും നേർവളങ്ങൾ വാങ്ങി മിക്സ് ചെയ്ത് ഇടുക. യൂറിയ, റോക്ക്, പൊട്ടാഷ്. അപ്പോൾ അത് ഒരു വർഷത്തിൽ നമുക്ക് ഒരു തവണ ചെയ്യാവുന്ന 80 ഗ്രാം യൂറിയ, ഒരു 140 ഗ്രാം രാജ്ഫോസ്, അതേപോലെ തന്നെ ഒരു 65 ഗ്രാം പൊട്ടാഷ്. ഇത് മതി ഒരു തവണത്തേക്ക്. ഒറ്റ തവണയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുത്തിട്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഒറ്റ തവണ ചെയ്താലും മതി. അപ്പോൾ റബ്ബറിൻ്റെ വളപ്രയോഗം വളരെ സിമ്പിളാണ്. റബ്ബറിൻ്റെ വളപ്രയോഗത്തിൽ നിങ്ങൾ കുഴിക്കുകയോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ വെതറിയാൽ മാത്രം അനുകൂലമായ കാലാവസ്ഥയിൽ ചാറ്റൽ മഴയുള്ളപ്പം മണ്ണിൽ ഈർപ്പമുള്ളപ്പം തോട്ടത്തിൽ നിങ്ങൾ തൂമ്പേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ റബ്ബറിൻ്റെ വളം വലിച്ചെടുക്കുന്ന വേരുകൾ എവിടെയാണോ ഉള്ളത് അവിടെ ആ നാര് പോലത്തെ വളമുള്ള അതിൻ്റെ മുകളിൽ ചപ്പിൻ്റെ മുകളിൽ ചെറിയ കാടാണെന്ന് നോക്കണ്ട, അതിൻ്റെ മുകളിൽ കൂടെ വെതറിയാൽ മാത്രം ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം മതി. അല്ലാതെ അതിനൊരു തൊഴിലാളികളെ കൂടി ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വെതറിയിട്ടാൽ മതി. ഒരു വളരെ കുറച്ച് വളവും മതി. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ പിന്നീട് ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് എൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീറ്റിംഗ് പിരിയുന്നതിന് മുന്നേ തരാം. അപ്പം വളപ്രയോഗം വളരെ സിമ്പിളാണ്. പിന്നെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, റബ്ബറിനെ സംബന്ധിച്ച് വളപ്രയോഗത്തിന് മുന്നേ ഒരു 2 ആഴ്ച മുന്നേ കുറച്ച് കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് അഭികാമ്യമാണ്. പണ്ടൊന്നും റബ്ബർ ബോർഡ് ഈ കുമ്മായം ചേർക്കാൻ പറയാറില്ല. പക്ഷേ കാലാവസ്ഥ മാറ്റം, ഈ അമ്ലത്വത്തിലുള്ള മാറ്റം, റബ്ബറിൻ്റെ ഈ നമ്മൾ അസിഡിറ്റി മണ്ണിൽ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. വെള്ളക്കെട്ട്, മഴ കൂടുതൽ, പിന്നെ വിവിധതരം വളപ്രയോഗങ്ങളുടെ കാര്യം. അതുകൊണ്ട് ഒരു 3 വർഷത്തിൽ കൂടുമ്പോൾ 1 കിലോയിൽ താഴെ ഒരു കുമ്മായം തോട്ടത്തിൽ കൂടെ വെറുതെ ഒന്ന് വെതറി കൊടുക്കുക. സുരേഷ് ഒന്ന് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ. അപ്പം ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം.